ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അനാമികയ്ക്കാണ് ദേഷ്യം സഹിക്കാനേ പറ്റുന്നില്ല. നന്ദുവിനോട് വരരുതെന്ന് പറഞ്ഞിട്ടും അവൾ വന്നത് സഹിക്കാൻ പറ്റുന്നേ ഇല്ല. അതിൻ്റെ പേരിൽ അനിയായിട്ട് ഭയങ്കര വഴക്കാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി വെളിയിൽ നിൽപ്പുണ്ട്. അനിയോട് പറയുന്നുണ്ട് അനാമിക, അവളോട് ഞാൻ പറഞ്ഞതാണ് വരരുതെന്ന്. എന്നിട്ടും നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ലേ അവൾ വന്നത്. നമ്മൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾക്കെല്ലാം കാരണം അവളാണെന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൾ വന്നതിൻ്റെ കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് എന്നൊക്കെ പറയും. അന്നേരം അനി പറയും, അവൾ വന്നത് മുത്തശ്ശനും മുത്തശ്ശി ആവശ്യപ്പെട്ടിട്ടാണ്. അത് തന്നെയല്ല, നന്ദുവിൻ്റെ ചേച്ചിയുടെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. ആ ചടങ്ങിന് അവൾ വന്നതിന് ഇപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഈ വീട്ടിൽ ഞാനിപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട കഴിയുന്നത്. ആർക്കും എന്നെ വേണ്ട. എന്നെ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ അമ്മയും വല്യമ്മയും മാത്രമാണ്. അതുകൂടി ഇല്ലാതായാൽ പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനി പറയും, നീ ഇത്ര വിഷമിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് നിൻ്റെ വീട്ടിൽ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കും. ഒരുപാട് വഴക്ക് കേട്ട് കഴിയുമ്പോഴത്തേന് ദേവയാനി അങ്ങ് പോകും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും നിനക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട്. എനിക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് നിന്നെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ സ്നേഹിക്കാനും അറിയത്തില്ല. നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ, പിന്നെ ഇങ്ങനെ അഭിനയിച്ചെന്തിനാ ഒരു മുറിയിൽ താമസിക്കുന്നത്? നമുക്ക് പിരിയുന്ന തന്നെയാണ് നല്ലതെന്നൊക്കെ അനി പറയും. പിന്നെ നിന്നെ എങ്ങനെ ഞാൻ ഇഷ്ടപ്പെടും? എൻ്റെ ഏട്ടത്തിയെ സ്നേഹിക്കാത്ത നിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനേ പറ്റത്തില്ലെന്ന് പറയും. നിൻ്റെ ഏട്ടത്തിയെ ഇഷ്ടപ്പെടാത്ത എന്നെ സ്നേഹിക്കാനല്ല നിനക്ക് പറ്റാത്തത്, അവളുടെ അനിയത്തിയെ സ്നേഹിക്കാൻ പറ്റാത്ത എന്നെയാണ് നിനക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറയും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെല്ലാം പറഞ്ഞാലും നിൻ്റെ തലയിലോട്ട് കയറത്തുമില്ലെന്ന് അനി പറയും. ഗോവിന്ദനും കനകയും നന്ദുവും പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴത്തേന് അവരെ യാത്രയാക്കാനായിട്ട് ദേവയാനിയും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്കപ്പം ആദർശം നയന ഇറങ്ങി വരും. നയനയ്ക്കപ്പം ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ദേവയാനിക്ക് ടെൻഷനാണ്. ഇനി അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നയന എങ്ങാനും വീട്ടിൽ പോകുമോ എന്നുള്ള ടെൻഷനുണ്ട്. എന്നാലും കനക ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയുടെ കൂടെ മോള് 2 ദിവസം വീട്ടിലേക്ക് വരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ആദർശം പറയും, നിനക്ക് പോകണോ നയനയെന്ന് ചോദിക്കും. ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട്, അവൾ പോകുന്നൊന്നുമില്ല, അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദർശ് ഇതിൽ കരഞ്ഞു നടക്കും, എനിക്ക് ഇവൻ്റെ കരച്ചിലൊന്നും കാണാൻ വയ്യ എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, അതൊന്നും സാരമില്ലമ്മേ, അവൾ 2-3 ദിവസത്തേക്ക് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോന് ഇവളെ കാണാതിരിക്കാനേ പറ്റത്തില്ല എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകുന്ന, അല്ലെ വീട്ടിലേക്ക് കൊണ്ടുവന്നേനെ വന്ന്. നയനെ അപ്പം പറയും, ഇല്ലമ്മേ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാവുന്നു. അത് കേൾക്കുമ്പോഴാണ് ദേവയാനിക്കൊരു സമാധാനമാകുന്നത്. ആ സമയത്ത് നവി അങ്ങോട്ട് ഇറങ്ങി വരും. നവി മോളെ, നീ ശരീരമൊക്കെ നോക്കണം കേട്ടോ, വല്ലതും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് കനക പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി പറയും, അതെന്തിനാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആളുണ്ടല്ലോ എന്ന്. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കും ചെയ്യാമല്ലോ എന്നൊക്കെ കനകയും പറയും. കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. അവരെ വണ്ടിയിലോട്ട് കയറ്റാനായിട്ട് നയനയും നവിയും കൂടെ ഇറങ്ങിപ്പോവും. ആ സമയത്ത് ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്, അവൾ എപ്പോഴും വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ വിടരുതെന്ന്. അതെന്താ അമ്മേ, അവളുടെ വീട്ടിൽ പോയി 2-3 ദിവസം നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അമ്മ തൊട്ട് എല്ലാവരും ഈ വീട്ടിൽ അവളെ ഒറ്റപ്പെടുത്തുകയല്ലേ, അപ്പോൾ അവൾക്കൊരാശ്വാസമാകുന്നെങ്കിൽ അവൾ അവിടെ വീട്ടിൽ പോയി നിന്നോട്ടെന്ന്. അപ്പം ദേവയാനി പറയും, പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തം വീടൊരു ആശ്വാസമായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ വീട്ടിൽ തന്നെ നിൽക്കത്തുള്ളൂ, അവർ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ഇവളെ അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയും. എന്നിട്ട് അകത്തേക്ക് അങ്ങ് പോകും. ആ സമയത്ത് ആദർശിന് എന്തോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്, ദേവയാനിക്ക് ശരിക്കും നയനോട് സ്നേഹം തോന്നി തുടങ്ങിയോ എന്നൊക്കെ. മുത്തശ്ശൻ വന്നപ്പോൾ മുത്തശ്ശി വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അഭിക്കും അവൻ്റെ അമ്മയ്ക്കും ഒന്നും ഈ ഫംഗ്ഷൻ നടത്തുന്നതിനോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു, അപ്പോൾ ഈ ചൊറിയുന്നതായിട്ടൊക്കെ അവൻ അഭിനയിച്ചതായിരിക്കുമോ എന്ന്. മുത്തശ്ശി പറയും, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, എന്നാലും ചൊറിഞ്ഞ് തടിച്ചിട്ടുണ്ടോ എന്ന് വല്ലതും നോക്കണമെന്ന് പറയും. അപ്പം മുത്തശ്ശൻ ചോദിക്കും, ശരിക്കും പറഞ്ഞാൽ ആ ജ്യൂസ് നവ്യ മോള് കഴിക്കേണ്ടതായിരുന്നു, ആ കുട്ടി അത് കഴിക്കാതെ അഭിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ അവന് ചൊറിയാൻ തുടങ്ങിയത്. ആ ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുത്തു കാണുമോ എന്ന്. അതിന് സാധ്യതയുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. ആ കുട്ടി അത് കഴിച്ചിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ജലജയും മോനും ഒരിക്കലും നന്നാകില്ല. ജലജയുടെ സ്വഭാവമല്ലേ മകന് കിട്ടിയിരിക്കുന്നത്, അത് കാരണം അവൻ ഇങ്ങനെ വഷളായി പോയത്. പിന്നീട് ജാനകി വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നതായിരുന്നു. അതിൻ്റെ കൂടുതൽ അവളുടെ ഒരു മരുമോൾ ഈ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായതെന്ന് മുത്തശ്ശി പറയും.
അത് ശരിയാ, ആ കുട്ടി ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നവ്യ തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പം ആ കുട്ടി ഇതെല്ലാം ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അവിക്ക് അവളോട് ഒരു താല്പര്യവും ഇല്ലെന്നും പഴയ സ്നേഹമൊന്നും ഇല്ലെന്നും അതുകൂടാതെ ജലജയ്ക്കാണേലും അവളെ ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ ആ കുട്ടി എന്നോട് സങ്കടമൊക്കെ പറയാറുണ്ടെന്ന് മുത്തശ്ശി പറയും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അസുഖം മാറിയ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരും എൻ്റെ മരണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയും. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയും, അതല്ല, നന്ദു ഇന്ന് ഇവിടെ വരണ്ട എന്ന് ഇവരെല്ലാവരും പറഞ്ഞിട്ടും നമ്മൾ രണ്ടുപേരുമാണ് നന്ദു ഇവിടെ വരണമെന്ന് തീരുമാനിച്ചത്. അത് കാരണം നമ്മളുടെ മരണം ഈ ജലജയും ജാനകിയൊക്കെ ആഗ്രഹിച്ച് കാണില്ലേ എന്ന് ചോദിക്കും. അനാമിക വന്നതിൽ പിന്നെയാണ് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അവളും അവളുടെ അമ്മയും കുശുമ്പും കുന്നായ്മയും കണ്ടുപിടിച്ചവരാണെന്നാണ് തോന്നുന്നത്. അതുപോലത്തെ പ്രശ്നങ്ങൾ അവർ ഈ വീട്ടിലുണ്ടാക്കുന്നെന്ന് മുത്തശ്ശി പറയും. പിന്നെ ഒരു സമാധാനമുള്ളത്, ദേവയാനിയുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഇപ്പോൾ സ്നേഹത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതെന്തായാലും ഒരുപാട് നന്നായി. ഒരസുഖം വന്നപ്പോൾ എങ്കിലും ദേവയാനി ഒത്തിരി മാറിയല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും സന്തോഷവും സമാധാനവും ആഗ്രഹിച്ചാണ് ദേവയാനി ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെന്ന്. എന്തായാലും ഇനി നമുക്ക് ആദർശിൻ്റെ നയനയുടെയും ഒരു കുഞ്ഞിനെയും കൂടെ കാണണം. അവരുടെ 5-ാം മാസമൊക്കെ നടത്തണമെന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നൊക്കെ മുത്തശ്ശി പറയും. അതിനി ഒരുപാട് താമസമൊന്നും ഇല്ലാതെ നടത്തുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തിലാണെന്ന് മുത്തശ്ശി പറയും. നമ്മളെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും, നമ്മൾ പറഞ്ഞാൽ പോലും ഇനി അവർ തമ്മിൽ പിരിയത്തൊന്നുമില്ല. അത്രയ്ക്ക് സ്നേഹത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഒരു കുഞ്ഞിനെ നമുക്ക് ലാളിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. ദേവയാനിക്കാണെങ്കിൽ നയനെ സെലക്ട് ചെയ്ത് കൊടുത്ത സാരി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ ഭംഗി നോക്കിയിട്ടും അങ്ങോട്ട് ദേവയാനിക്ക് തൃപ്തിയാകുന്നില്ല. ആ സമയത്താണ് ജലജയും ജാനകിയും അങ്ങോട്ട് വരുന്നത്. ദേവയാനി ഉടനെ അവരോട് ചോദിക്കും, എങ്ങനെയുണ്ട് എൻ്റെ ഈ സാരി? എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ? എല്ലാവരും എന്നോട് അങ്ങനെ പറഞ്ഞെന്ന് പറയും. അല്ലെങ്കിലും ഇപ്പം ഏട്ടത്തിക്ക് സൗന്ദര്യ നോട്ടമൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഏട്ടത്തിക്ക് നല്ല പ്രായമല്ലേ ഇത്? പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഏട്ടത്തിയുടെ സൗന്ദര്യത്തിനൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പഴയതുപോലെ തന്നെ സുന്ദരിയാകട്ടോ എന്നൊക്കെ ജാനകിയും ജലജയും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. എൻ്റെ സാരി എങ്ങനെയുണ്ട്, അതെനിക്ക് ചേരുമോ എന്നൊക്കെ അല്ലേ ചോദിച്ചെന്ന് ദേവയാനി ജലജയോട് ചോദിക്കും. അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ നന്ദു വരണ്ട എന്ന് നയനയോടും അവരുടെ വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞതാണ്. എന്നിട്ടും അനാമിക മോളെ വിഷമിപ്പിക്കാനായിട്ട് അവളെ ഇങ്ങോട്ട് അവിടെ അമ്മയും അച്ഛനും കൊണ്ടുവന്നില്ലേ? അതിൽ ഏട്ടത്തിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനിപ്പം ഞാൻ എന്ത് പറയാനാ? നന്ദു വരണമെന്നുള്ളത് അച്ഛനും അമ്മയാണ് പറഞ്ഞത്. അവരുടെ തീരുമാനങ്ങളെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാറായിട്ടില്ല ഞാൻ. അതുകൊണ്ട് അവരുടെ തീരുമാനം ഞാനും അങ്ങ് സമ്മതിച്ചു കൊടുത്തെന്ന് പറയും. ഏട്ടത്തിയുടെ സ്വഭാവം എന്താ ഇങ്ങനെ മാറിപ്പോയത്? എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന ഏട്ടത്തിയല്ലേ ഇപ്പം ഏട്ടത്തി എന്താ ഇപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഇന്ന് തന്നെ അമ്മ പറഞ്ഞു കേട്ടില്ലേ എത്രയും പെട്ടെന്ന് നയനയുടെയും ആദർശിൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന്. ഏട്ടത്തിക്കും ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കും. ഉടനെ ദേവയാനി പറയും, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ല. പിന്നെ മരുമോൾ അവളായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ മകൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കാണും. ഈ വീട്ടിലെ മൂത്ത പേരക്കുട്ടിയല്ലേ ആദർശ്. അപ്പോൾ അവൻ്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന് അവരാഗ്രഹിച്ചതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ ആഗ്രഹം എന്താണോ ഇനി അതങ്ങ് നടക്കട്ടെ എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ദേവയാനി പറയും. ആദർശിനെ കൊണ്ട് മലയ്ക്ക് പോകാനുള്ള തീരുമാനം എടുപ്പിച്ചത് ഏട്ടത്തിയാണ്. അതുപോലെ തന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചടങ്ങ് പറഞ്ഞ് അവരെ അകറ്റി നിർത്തുമെന്നല്ലേ ഏട്ടത്തി പറഞ്ഞിരുന്നത് എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ ഇനി അതിനൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ വന്നത്. അതുകൊണ്ട് ഇനി ആരെയും ദ്രോഹിക്കാനൊന്നും പോകാതെ എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ആ പുരോഹിതൻ പറഞ്ഞതെന്നും ദേവയാനി പറയുന്നുണ്ട്. എന്നാൽ ഇനി ഏട്ടത്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വാ ജാനകി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ജലജ ജാനകിയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. ജലജ മുറിയിൽ ചെല്ലുമ്പോഴത്തേന് അവി ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, ഞാൻ തന്ന ഓയിൽമെൻറ്റ് നീ തേച്ചില്ലേന്ന്? അതൊക്കെ തേച്ച് എന്നിട്ടും ഒരു കുറവുമില്ലല്ലോ എന്ന് പറയും. എടാ, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൾക്ക് ഞാൻ കൊടുത്ത ജ്യൂസ് നീ എടുത്ത് കുടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ജലജ ചോദിക്കും. അതെങ്ങനെയാണ്? അമ്മയും കൂടെ എന്തെങ്കിലും കോളൊപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇത് ഞാൻ അറിയാത്ത കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരെന്തോ കാര്യങ്ങൾ സംസാരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് നവ്യ ഡോറിന് വെളിയിൽ പാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം നവ്യ കേൾക്കുന്നുണ്ട്. എടാ, അവളുടെ 5ാം മാസ ചടങ്ങ് എങ്ങനെയും കുളവാക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിയ പരിപാടിയായിരുന്നു ഇത്. നീ അതിനകത്ത് വന്ന് പെടുമെന്ന് എന്നെങ്കിലും തീരുമാനിച്ചോ? അതെങ്ങനെയാ? എന്ത് പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചാലും അതിനകത്ത് എല്ലാം വന്ന് പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും. അവളുമാർക്ക് ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അവളുമാർ കേൾക്കാതെ അതെല്ലാം തിരിച്ച് നമുക്കിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകാൻ വേണ്ടി അനാമികയും അവളുടെ അമ്മയും കൂടാണ് ആ നയനെ കാച്ചി വെച്ചിരുന്ന പാലിനകത്ത് വിഷം കലർത്തിയത്. അത് കുടിച്ചിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞും പോയേനും അവളും അങ്ങ് തീർന്നു കിട്ടിയേനും. അതിന് പകരം വേറൊരുത്തി അത് എടുത്ത് കുടിച്ച് ഇപ്പോൾ അവൾ അങ്ങ് നല്ല പിള്ളയാകുകയും ചെയ്ത്. ഇപ്പോൾ അവളുടെ സ്വഭാവം മൊത്തമായിട്ട് അങ്ങ് മാറിയെന്ന് പറയും. ഉടനെ അഭി പറയും, അല്ലെങ്കിലും അമ്മായിക്ക് ഒരുപാട് മാറ്റമുണ്ടെന്ന്. അത് തന്നെയാണ് പറഞ്ഞത്. എന്തെങ്കിലും നമ്മൾ ഒപ്പിച്ച് വെച്ചാൽ അതെല്ലാം തിരിഞ്ഞ് നമുക്കിട്ട് തന്നെ കിട്ടത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ആകെയുള്ള രക്ഷ അനാമികയാണ്. അവളെ അവിടെ കുടുംബക്കാരെ ഒന്ന് ശരിക്കും പിരികേറ്റി വിട്ടാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ഇവളുമാരെ ഇവിടുന്ന് ഓടിക്കണമെങ്കിൽ അവളും അവളുടെ വീട്ടുകാരും ശ്രമിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയും അവളെ ഇളക്കാൻ നോക്കണമെന്ന് അഭിയും പറയും. ഇതെല്ലാം കേട്ട് ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് നവ്യ. അമ്മായിയമ്മയും അനാമികയും എല്ലാവരുടെ കൂടിയാണ് ഓരോ പ്രോഗ്രാമിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയുന്ന ഞെട്ടലിലാണ് നവ്യ ഇങ്ങനെ നിൽക്കുന്നത്. നവ്യ ഈ കേട്ട കാര്യങ്ങളുടെ എല്ലാം കാലിപ്പിൽ നേരെ അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഇടിയെന്ന് വിളിക്കും. അപ്പോൾ അനാമിക തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം നവ്യയെ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അനാമികയുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. എടി, നിനക്ക് എൻ്റെ അനീതി ഇവിടെ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ എടി എന്ന് ചോദിക്കും. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ എന്നെ അടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അവളോട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേന്ന്. നിനക്ക് എൻ്റെ അനീതി വരാന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എടി നീ ഞങ്ങൾക്ക് തന്ന ജ്യൂസിനകത്ത് പൊടി കലക്കിയെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക ഒന്നും ഞെട്ടുന്നുണ്ട്. എന്നാൽ അനാമിക പറയും, ഒന്നും ചെയ്തില്ല. എന്നെ ചുമ്മാ കൊടുക്കാനായിട്ട് ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും പറയരുതെന്ന്. നീ ഇനി ഒന്നും പ്രത്യേകിച്ച് പറയണ്ട. നീ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന എന്നാന്ന് നീ കണ്ടോളാൻ പറഞ്ഞ് ചെവിക്കല്ല് തീർത്ത് ഒറ്റൊരെണ്ണം കൊടുക്കുകയാണ് അനാമികയുടെ മുഖത്തിനിട്ട്. അനാമിക ഞെട്ടിപ്പോവും. ഒരടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന്. നീ ഒരു കുന്തവും കാണിക്കാനില്ലടി. നീ ഒക്കെ ചെയ്തതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് പോകാനും ഞാൻ ചാകാറായി കിടക്കാൻ വേണ്ടി അല്ലേടി നീ ആ പാലിനകത്ത് വിഷം കലക്കി വെച്ചത്. നീ നിൻ്റെ അമ്മയും കൂടാണ് അത് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് പറയും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ ഓരോന്ന് പറഞ്ഞൊപ്പിച്ച് വെളിയിലാക്കാനുള്ള പണിയാണോ എന്നൊക്കെ അനാമിക ചോദിക്കും. നീ നല്ല പിള്ള ചമയാനൊന്നും പോവണ്ട. നിനക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിന്നവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. നീ തന്നെയാണ് ഇതിന് പുറകിലെന്നും നിൻ്റെ അമ്മയും നീയോടെയാണ് ആ വിഷം കലക്കി വെച്ചതെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പായി കിട്ടിയെന്ന് പറയും. അത് കേൾക്കുന്ന അനാമിയെ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാനിത് എന്തായാലും കേസാക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ പോലീസ് കയറുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാവരും അത് കേസ് കൊടുക്കാതിരുന്നത്. പക്ഷേ എനിക്കിനി അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ആ കൂട്ടത്തിൽ ഇന്നാൾ ഇവിടുന്ന് അമ്മായിയുടെ ഒരു മാല കാണാൻ പോയിട്ടുണ്ടല്ലോ, ആ കേസ് ഇവിടെ കുത്തിപ്പൊക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്നുള്ള കാര്യം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഞാൻ നിന്നെ തല്ലിയെന്നുള്ള കാര്യം നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ മുഴുവൻ ഞാൻ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയും. അപ്പോൾ നീ തന്നെയായിരിക്കും പുറത്താകാൻ പോകുന്നത്. അതല്ല എന്നെ പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തായാലും 2 മാസം കഴിയുമ്പോഴേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനിരുന്ന അത് ഇച്ചിരി നേരത്തെ അങ്ങ് പോയെന്നേ വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇരിക്കത്തുള്ളൂ. എല്ലാ കേസുകളും ഞാൻ കുത്തിപ്പൊക്കും. നിൻ്റെ അച്ഛനും അമ്മയും കൂടെ നിനക്ക് 100 പവൻ സ്വർണം തന്നെന്നോ കണ്ണായ സ്ഥലത്ത് സ്ഥലം മേടിച്ച് തന്നെന്നോ കാറ് മേടിച്ച് തന്നെന്നോ ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം ഞാൻ കുത്തിപ്പൊക്കുക തന്നെ ചെയ്യുവടി എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ കവളെ പിടിച്ച് ഞെക്കുകയും സെറ്റിയിലോട്ട് പിടിച്ച് തെള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നവ്യയുടെ നല്ലൊരു പ്രകടനമാണ് ആ സമയത്ത് അവിടെ നടത്തുന്നത്. എന്നിട്ട് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. അന്നേരം അനാമിക ഒരുപാട് അടി കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവൾ എന്നെ തലങ്ങും വിലങ്ങും തല്ലി, നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും താഴെ ചെന്ന് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ മുന്നും പിന്നും നോക്കാത്തവളാ. എല്ലാം വിളിച്ച് പറയുകയും ചെയ്യും, ഞാൻ പുറത്താകുകയും ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അടിയും കൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുകയാണ്. നവ്യ ചെന്നിട്ട് നയനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് റൂമിൽ കയറി കഥ അടച്ചിട്ട് പറയും, ഒരു കാര്യം പറയാനുണ്ട്, നീ ഇങ്ങ് വരാൻ പറഞ്ഞ് ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, അമ്മായിക്ക് വിഷം കൊടുത്തത് വേറെ ആരുമല്ല അനാമികയെ അവളുടെ അമ്മയാണെന്ന് പറയും. അതെങ്ങനെയാണ് ചേച്ചിക്ക് മനസ്സിലായെന്ന് പറയും. അവർക്ക് കൂട്ടുനിന്നവർ തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് സത്യം ഇത് തന്നെയാണെന്ന് പറയും. അത് കേട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.